അടുത്ത സെഗ്മെന്റ് വേറിട്ട കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അടുത്തിടെയാണ് കേരളീയവുമായിട്ട് ചേർന്ന് മീറ്റ് ദ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് അടുത്തിടെ കാനഡയിൽ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയത് നമ്മുടെ മലയാളത്തിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ചെറുകഥാകൃത്തും എഴുത്തുകാരനും ഒക്കെയാണ് KP രാമനുണ്ണി. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ സൂഫി പറഞ്ഞ കഥ എന്ന പ്രശസ്തമായ നോവലിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുകയുണ്ടായി. അതുപോലെ മറ്റു 2 കഥാകൃത്തുക്കൾക്കും അവാർഡ് കിട്ടുകയുണ്ടായി. അപ്പോൾ ഇദ്ദേഹം ഇവിടെ കാനഡയിൽ എത്തുകയും ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നു. ആ സമയത്ത് തന്നെ കാനഡയിലുള്ള നമ്മൾ മറ്റൊരു പ്രശസ്ത എഴുത്തുകാരിയെ നിർമ്മലയുമായിട്ട് ചേർന്നിട്ടുള്ളൊരു ചെറിയൊരു എന്താ പറയുക അഭിമുഖം കേരളീയത്തിന് വേണ്ടി നടത്തുകയുണ്ടായി. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം അടുത്തതായി. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിൽ നിന്നും എത്തിയിട്ടുള്ള KP രാമനുണ്ണി സാറാണ്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി ജേതാവായ അദ്ദേഹം ഒരു മുഴുവൻ ദിവസവും കാനഡയിലെ എഴുത്തുകാർക്കും വായനക്കാർക്കും വേണ്ടി ചിലവാക്കി. കാനഡയിൽ ആദ്യമായിട്ടാണ് മലയാളത്തിൽ കഥ, നോവൽ ഒരു ശില്പശാല നടത്തുന്നത്. ഇത് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. എൻ്റെ ഒപ്പം ഇപ്പോൾ KP രാമനുണ്ണി സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ചും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. സാറ് ഇവിടെ ഇങ്ങനെ വരാൻ സന്മനസ് കാണിച്ചതിന്, സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ശില്പശാല എന്നുള്ള ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടാകുന്നത്. ഇതിനു മുമ്പ് സാഹിത്യകാർ വന്നിട്ടുണ്ട്, ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടും അതൊക്കെ വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സാറിൻ്റെ ഒരു കൃതിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, സൂഫി പറഞ്ഞ കഥ 1995 ആണ് പുസ്തകമായിട്ട് വന്നത്. 30 വർഷത്തിലധികമായി സൂഫി പറഞ്ഞ കഥ എഴുതിയിട്ട്. അപ്പോൾ അതിൽ നിന്നും ഉള്ള ഒരു യാത്ര 30 വർഷത്തിന് ശേഷം സാഹിത്യത്തിലും മാത്രമല്ല സാംസ്കാരികപരമായിട്ടും കേരളത്തിൻ്റെ ഒരു യാത്രയെക്കുറിച്ചാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്. അതിനുശേഷം 32 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയ ഹൈന്ദവം എന്ന കഥയിലും ഒരു തരത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ആ അന്തർലീനമായ തീം ജാതീയതയുടെയും ഹിന്ദു മുസ്ലിം മൈത്രിയുടെയും ഒക്കെ ഒരു അന്തർധാര വരുന്നുണ്ട്. നമ്മൾ മുമ്പോട്ടാണോ പോകുന്നത്, അതോ നമ്മൾ മുമ്പോട്ട് പോകുന്നില്ലേ, നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെയാണോ നിൽക്കുന്നത്? അതേപോലെ തന്നെ സാഹിത്യപരമായി ഈ ദൂരത്തിൽ എന്താണ് സാർ കാണുന്നതെന്ന് ഒന്ന് പറയാമോ? സാഹിത്യത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ സാഹിത്യത്തിൻ്റെ ധർമ്മം തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അഭേദത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. ഭേദങ്ങളെ ഇല്ലാതാക്കുക, സഹജീവിയെ, അപരനെ നമ്മുടെ ആത്മത്തിലേക്ക് സ്വീകരിക്കാൻ പ്രാപ്തമാക്കുന്ന കലാരൂപമാണ് സാഹിത്യം. അതുകൊണ്ട് തന്നെ സാഹിത്യകാരനായിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊരാൾക്കും അല്ലെങ്കിൽ ഏതൊരുവൾക്കും ജാതീയമായ വേർതിരിവുകൾ, വിഭാഗീയതകൾ, വർഗീയത ഇതിനൊക്കെ എതിരായി നിലകൊള്ളേണ്ടി വരും. കാരണം ആ സാഹിത്യരൂപം മനുഷ്യത്വത്തിൻ്റെ ഉന്നതവും ഉദാത്തവുമായ മേഖലകളിലേക്ക് നമ്മെ സഞ്ചരിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നതാണ്. അപ്പോൾ ഞാൻ മതമൈത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ജാതീയതയ്ക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അത് ഒരു എഴുത്തുകാരനാകുന്നതിൻ്റെ പ്രാഥമിക ധർമ്മമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം വളരെ അത്ഭുതകരമായൊരു സംസ്കാരമാണ്. നമുക്കിപ്പോൾ കേരളത്തെപ്പറ്റി, മലയാളിയെപ്പറ്റി പല പരാതികളും ഉണ്ടാകാം. എന്നാൽ തന്നെ നമ്മുടെ പാരമ്പര്യത്തിൽ വലിയൊരു ഇൻക്ലൂസീവ്നെസ്സിൻ്റെ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു ആഭിമുഖ്യത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ സൂഫി പറഞ്ഞ കഥയും ഹൈന്ദവവും ദൈവത്തിൻ്റെ പുസ്തകമൊക്കെ എൻ്റെ കൃതിയല്ല. സത്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഉന്നതവും ഉദാത്തവുമായ പാരമ്പര്യത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ്. കേരള മനസ്സിൻ്റെ സൂഫി പറഞ്ഞ കഥയുടെ പൊരുളെന്താന്ന് പറഞ്ഞാൽ, നമ്മൾ കേരളീയരാണെങ്കിലും ഇന്ത്യക്കാരാണെങ്കിലും
ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ എല്ലാം സംസ്കാരം ഒന്നാണ്. നമ്മളെല്ലാം ഒരേ മണ്ണിൽ ഒരേ വെള്ളവും വളവും വലിച്ചെടുത്ത് വളർന്നവരാണ്. അതുകൊണ്ട് ആർക്കും ആരെയും അന്യരാക്കാൻ അധികാരമില്ല. നമ്മളെല്ലാം തന്നെ ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് ഒരേ സംസ്കാരത്തിൻ്റെ അവകാശികളാണ് എന്നാണ് സൂഫി പറഞ്ഞ കഥ പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നത്. ഹൈന്ദവത്തിലും അതാണ്. പിന്നെ കാരുണ്യത്തോടു കൂടിയിട്ടുള്ള മറ്റ് സമുദായ അംഗങ്ങളോടുള്ള കാരുണ്യത്തോടു കൂടിയിട്ടുള്ള സമീപനത്തെയാണ് ഹൈന്ദവം ഉയർത്തിപ്പിടിക്കുന്നത്. ഇങ്ങനെ എൻ്റെ എല്ലാ കൃതികളിലും, ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ദൈവത്തിൻ്റെ പുസ്തകത്തിലാണെങ്കിൽ മുഹമ്മദ് നബിയുടെ ജീവിതം പൂർണ്ണമായിട്ടൊരു നോവലിൽ ആവിഷ്കരിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ പുസ്തകത്തിലാണ്. ലോകത്ത് മറ്റൊരു ഭാഷയിലും വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ പഠിച്ചോടത്തോളം മനസ്സിലായിട്ടുള്ളത്. അതിൽ ശ്രീകൃഷ്ണൻ്റെ ജീവിതവുമുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇവരെല്ലാം സഹോദര തുല്യരായിട്ടാണ് ചിത്രീകരിക്കുന്നത്. കേരളത്തിൻ്റെ സംസ്കാരത്തിന് മാത്രമേ ഇത് കാണാൻ പറ്റൂ. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നബിയെ കൃഷ്ണൻ വിളിക്കുന്നത് മുത്ത് എന്നാണ് ഒരു ഭാവനയുടെ ലോകത്ത്. നബി കൃഷ്ണനെ വിളിക്കുന്ന ഇക്ക എന്നാണ്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു മതമൈത്രിയുടേതായിട്ടുള്ള അന്തർധാരയാണ് ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെയാണ്. എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമല്ല. നമ്മൾ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ പങ്കുവെക്കേണ്ട ചില ആശയസംഹിതകളുടെ പ്രകാശനമാണ്. നമുക്കൊരു കോപത്തിൽ നിന്നുമാണ്, ഒരു അസ്വസ്ഥതയിൽ നിന്നുമാണ് ഒരു കഥ അല്ലെങ്കിൽ ഉണ്ടാകുന്നത്. അത് വളരെ ശരിയാണ്. അത് നമ്മുടെ മനസ്സിനെ എങ്ങനെയെങ്കിലും നമ്മളെ ക്ഷോഭിപ്പിക്കുന്നത്, ഒരു ക്ഷോഭത്തിൽ നിന്നാണ് കഥ ഉണ്ടാകുന്നത്. അത് വൈകാരികമാകാം, അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ളതാകാം, ബൗദ്ധികമാകാം. സാറിനെ ഏറ്റവും അധികം ക്ഷോഭിപ്പിക്കുന്നത് എന്താണ്? ഈ സാർ എന്നത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. കാരണം വളരെ ശാന്തശീലനും സ്വാത്വികനുമായ ഒരു വ്യക്തിയായിട്ടാണ് സാറ് ഇടപെടുമ്പോൾ കാണുന്നത്. എന്താണ് സാറിനെ ക്ഷോഭിപ്പിക്കുന്നത് ഈ ലോകത്തിൽ, ഈ ഇടപെടലുകൾക്കിടയിൽ? അത് സാഹിത്യത്തിലായാലും കേരളത്തിലായാലും അമേരിക്കയിൽ വരുമ്പോഴായാലും ശാന്തനായ രാമനുണ്ണിയെ ക്ഷോഭിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഓരോ അവസരങ്ങളിലും ഓരോ കാര്യങ്ങളാണ് നമ്മളെ ക്ഷോഭിപ്പിക്കുന്നത്. ഒരു കഥയ്ക്ക് പിറകിൽ എന്തെങ്കിലും ഒരു ക്ഷോഭാവസ്ഥയാണ് ഒരു കഥയ്ക്ക് പ്രചോദനമാകുന്നത്. ഇപ്പോൾ മുഖലക്ഷണം എന്ന കഥയ്ക്ക് എന്ത് ക്ഷോഭമാണ് കാരണമായത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. വൈകാരികമായിട്ടുള്ളൊരു ക്ഷോഭം. കാരണം നന്മയും മര്യാദയും മാർദ്ദവും ഒന്നും നല്ല നിലയ്ക്കല്ല സ്വീകരിക്കപ്പെടുന്നത്. ക്രൂരതയും ഹിംസയും നെഞ്ഞൂക്കും ഒക്കെയാണ് വിലമതിക്കപ്പെടുന്നത് എന്ന ഒരു ക്ഷോഭം, സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള ക്ഷോഭമാണ് മുഖലക്ഷണത്തിന് കാരണമായത്. ഇങ്ങനെ ഓരോ കൃതികൾക്ക് പിറകിലും ഓരോ ക്ഷോഭമുണ്ട്. അതാണ് പൊതുവെ ഇന്നത്തെ നമ്മളെ ഏതൊരു എഴുത്തുകാരനെയും ക്ഷോഭിപ്പിക്കേണ്ട കാര്യം മനുഷ്യത്വത്തിൻ്റെ നഷ്ടമാണ്. മനുഷ്യൻ്റേതായിട്ടുണ്ടാകേണ്ട മാനുഷിക ഗുണങ്ങളുണ്ടല്ലോ, സ്നേഹവും കാരുണ്യവും കരുതലും, അതെല്ലാം നഷ്ടപ്പെട്ട് വളരെ സെൽഫ് സെൻറ്റേർഡ് ആവുന്നു ആളുകൾ എന്നതാണ്. കൺസേൺ ഫോർ ദി അതർ എന്നത് ശൂന്യതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഹൃദയമുള്ള ആരെയും ക്ഷോഭിപ്പിക്കേണ്ടത്. ആ ക്ഷോഭം നിരന്തരം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളെയും പിന്നെ ഈ കാലാവസ്ഥ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു അവസ്ഥയാണ്. അത് നമ്മളെ മനുഷ്യൻ്റെ വംശം തന്നെ മുടിക്കുന്ന രീതിയിൽ പരസ്പരം ഐക്യപ്പെടേണ്ട മനുഷ്യ സമൂഹം തമ്മിൽ തച്ചിട്ടും യുദ്ധം ചെയ്തിട്ടും അതിജീവനവും കൂടി അപകടപ്പെടുത്തുന്നു എന്നത് എന്നെ ഏറ്റവും അധികം ക്ഷോഭിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഈ മഹാമാരികളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കൂടി ഉണ്ടാവുന്ന സമയത്ത് പോലും മനുഷ്യൻ നല്ല പാഠം പഠിക്കുന്നില്ലല്ലോ, ഒത്തൊരുമയോടുകൂടി നിൽക്കുന്നില്ലല്ലോ എന്നത് എന്നെ ഏറ്റവും അധികം ക്ഷോഭിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗ്രേറ്റ തുൻബെർഗാണ് ഈ പുതിയ ക്ഷോഭത്തിൻ്റെ വലിയൊരു അവതാരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഭൂലോകം മുഴുവൻ നശിക്കുകയാണെങ്കിൽ കൂടി
നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടി ഈ രാഷ്ട്ര നേതാക്കൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിയത് ഒരു കൗമാരക്കാരിയായിട്ടുള്ള കുട്ടിയാണ്. അപ്പം ആ ക്ഷോഭം, ഗ്രേറ്റയുടെ ക്ഷോഭം ഇന്ന് ഓരോ എഴുത്തുകാരും ഏറ്റെടുക്കേണ്ടതാണ് മനുഷ്യകുലത്തിൻ്റെ അതിജീവനത്തിന് വേണ്ടി. വായന മരിക്കുന്നു, മലയാളി വായിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ ഒരു സമയത്ത് നമ്മൾ കേട്ടിരുന്നു. അതേസമയം തന്നെ മുമ്പത്തേക്കാൾ അധികമായിട്ട് മലയാളത്തിൽ പുസ്തകങ്ങൾ ഇന്ന് ഇറങ്ങുന്നുണ്ട്. പ്രസാധകരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പണ്ടൊക്കെ വിരലിലുണ്ടാവുന്ന പ്രസാധകരെ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ പുസ്തകങ്ങളുടെ കൂടുതൽ പതിപ്പുകൾ ഇറങ്ങുന്നുണ്ട്. ഒരു മുമ്പൊന്നും ഇല്ലാതിരുന്ന ഭയങ്കര ഒരു വളർച്ചയാണ്. ഗ്രാഫ് അങ്ങനെ നേരെ കുത്തനെ മുകളിലേക്ക് പോകുന്നതാണ്. ഇത് മലയാളിയുടെ വായനാശീലം കൂടിയത് കൊണ്ടാണോ എന്നാണോ സാറിൻ്റെ വിചാരം? അതോ മലയാളികളെ എണ്ണത്തിൽ കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ജനപ്പെരുപ്പം കൊണ്ടാണെന്ന് തോന്നുന്നില്ല. പിന്നെ മലയാളം പഠിക്കുന്നവരുടെ എണ്ണം കുറയുകയാണ് ചെയ്തത്. കൂടുതലും ഇംഗ്ലീഷ് മീഡിയത്തിലോ അല്ലെങ്കിൽ യുവതലമുറ പുറത്ത്, ഇപ്പോൾ നമുക്ക് ഗൾഫിൽ ജനിച്ചു വളർന്ന കുട്ടികളുടെ നല്ല ഒരു സംഖ്യയുണ്ട്. അവരൊക്കെ ഇംഗ്ലീഷിലേക്ക് വായന മാറുമ്പോഴും മലയാളത്തിലെ പുസ്തകങ്ങൾ ഇങ്ങനെ വായന കൂടിയത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ ആലോചിക്കുമ്പോഴേക്കും ഒരുപക്ഷെ അവൈലബിലിറ്റി, കിട്ടാനുള്ള എളുപ്പം കൊണ്ടാണോ? അതോ ഇപ്പോൾ പുസ്തകം വാങ്ങി അലമാരയിൽ സൂക്ഷിക്കുന്നത് ഒരു ഫാഷനായി, ഒരു പോപ്പ് കൾച്ചറായി വായനയും സാഹിത്യവും മാറിയിട്ടുണ്ട്. ഒരു പോപ്പുലറായിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് ഈ പുസ്തകമുണ്ട് എന്ന് പറയുന്ന ഒരു അഭിമാനത്തിൻ്റെ ഭാഗമായിട്ട് അത് വായനയേക്കാൾ കൂടുതൽ ഒരു പ്രദർശന വസ്തുവായി. ഇപ്പോൾ ഉണ്ണിയാറിൻ്റെ കഥ എൻ്റെയാണ് ഈ കൊമ്പനാനകൾ എന്ന ആ കഥയിലൊക്കെ പറയുന്നത് പോലെ ഒരു കാഴ്ച വസ്തുവായി മാറുകയാണോ? അതോ യഥാർത്ഥത്തിൽ മലയാളിയുടെ വായന കൂടിയിട്ടുണ്ട്? എന്താണ് സാറിൻ്റെ അഭിപ്രായം? സത്യത്തിൽ വായന കൂടിയിട്ടുണ്ട് എന്നതാണല്ലോ പ്രകടമായിട്ട്. പുസ്തകം അധികം ചിലവാകുന്നു, കൂടുതൽ പ്രസാധകർ വരുന്നു എന്നതിൻ്റെ അർത്ഥം. കാരണം പുസ്തകങ്ങൾ ചിലവാകുന്നുണ്ട്, ചിലവാകാതെ ആരും ഇത് അടിച്ചിറക്കുകയില്ല. അപ്പോൾ പുസ്തകം ആൾക്കാർ വാങ്ങുന്നുണ്ട്. വാങ്ങുമ്പോൾ വായിക്കണമെന്ന താല്പര്യത്തോടു കൂടി തന്നെയാണ് വാങ്ങുന്നത്. കുറേ ആൾക്കാർ വായിക്കുന്നുമുണ്ട്. പക്ഷേ വായനയുടെ ക്വാളിറ്റി ഓഫ് റീഡിങ്ങിനെ പറ്റിയാണ് എനിക്ക് സംശയമുള്ളത്. ഒരു ഉപഭോഗ വസ്തുവാലി വാങ്ങുകയും ഇടയ്ക്കൊന്ന് മറിച്ചു നോക്കുകയും ഒരു കൗതുകത്തോടു കൂടി വായിക്കുകയും എന്നതിൽ കവിഞ്ഞ് അതിനോട് അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു വായനയുടെ സംസ്കാരം കുറച്ച് പരിക്ഷീണമാണ്. സാഹിത്യ വായന എന്ന് പറഞ്ഞാൽ സാഹിത്യ ക്വിസിന് 1ാം സ്ഥാനം വാങ്ങാനുള്ള വായനയല്ല, അതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടാനുള്ള വായനയല്ല വേണ്ടത്. ഒരു സാഹിത്യകൃതി വായിക്കുമ്പോൾ ആ സാഹിത്യകൃതി വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു വ്യക്തിയായിട്ട് മാറണം. നല്ല സാഹിത്യകൃതിയാണെങ്കിൽ അതിനോട് തന്മയീഭവിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ളൊരു ആഴമുള്ള വായന എന്ന് കുറയുന്നുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയ വായന എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ളൊരു വായനയാണത് ശരിക്കും വരുന്നത്. അപ്പോൾ വായന മരിക്കുന്നൊന്നുമില്ല, വായന കൂടെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ആൾക്കാർ പല മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്നു, കൂടുതൽ ബുദ്ധിപരമായിട്ടുള്ള എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ കൂടുതൽ വായിക്കേണ്ടി വരും. പക്ഷേ എന്തു വായിക്കുന്നു, എങ്ങനെ വായിക്കുന്നു എന്ന ക്വാളിറ്റി ഓഫ് റീഡിങ്ങിൻ്റെ കാര്യത്തിൽ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുറച്ച് വിഭാഗക്കാർ ഞാനും വായിക്കുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പ്രോഡക്റ്റ് മാതിരി. ഇപ്പോൾ ഇത് ഒരു ബിസിനസ് ആകുമ്പോഴൊരു പ്രശ്നമാണ്. പിന്നെ അതൊരു വിൽപ്പനച്ചരക്കാവുമ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ഉണ്ടാവും, അപ്പോൾ അതിന് കുറേ വാങ്ങാൻ ആൾക്കാരുണ്ടാവും. ആ രീതിയിലുള്ള ഒരു വായനയുടെ കൂടുതലുമുണ്ട്. എന്നാലും അങ്ങനെ വാങ്ങുന്നവരിലും കുറച്ച് ശതമാനമെങ്കിലും വായിച്ചു വെച്ചാൽ അത്രയും ഗുണകരമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഈ കാര്യത്തെ കാണുന്നത്. കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് ഞങ്ങൾക്ക് എഴുതുക. വീണ്ടും നമ്മൾ കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. Till then, it's Mika signing off.